ചെറുതേനീച്ച ഒരു വർഷം മുൻപ് പെട്ടിയിലാക്കി വെച്ചതാണ്. പ്രത്യേക മുൻകരുതലൊന്നുമില്ലാതെയാണ് തുറക്കാൻ തീരുമാനിച്ചത്. കുപ്പിയിലാക്കുന്നതൊക്കെ കണ്ടിട്ട് കുപ്പിയുമായി വന്നപ്പോഴേക്കും ഈച്ചയുടെ കടി തുടങ്ങി. നോക്കുമ്പോൾ ഇഷ്ടം പോലെ തേനെടുത്ത് മാറ്റിയിട്ട് നമ്മുടെ പെട്ടീനെ രണ്ടായി വിഭജിച്ച് 2 പെട്ടികളിലാക്കി. അടുത്ത വർഷം നമുക്ക് 2 പെട്ടിയിൽ നിന്ന് തേനെടുക്കാമല്ലോ. ഇഷ്ടം പോലെ ഈച്ചകളുണ്ടായിരുന്നു. കുറേ പേരൊക്കെ മരിച്ചും പോയി. കടിച്ച് തിന്നു ഈച്ചകൾ. പ്രത്യേകിച്ച് മുൻകരുതലൊന്നും എടുക്കാണ്ടിരുന്നതുകൊണ്ട് കടിയാണ്. 2 പെട്ടികളിലും ഈച്ച കയറി തുടങ്ങി. അപ്പോൾ നമ്മുടെ പദ്ധതി വിജയിച്ചു എന്നാണ് തോന്നുന്നത്. റാണി ഈച്ചയെ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവന്മാർ സമ്മതിക്കണ്ടേ. ഇനി അടുത്ത വർഷം നോക്കാം. 1 കുപ്പിയോളം ഏകദേശം തേൻ കിട്ടി. 1/2 കുപ്പി ആവേശം കൊണ്ട് കുടിച്ചു തീർത്തു. സന്തോഷം, ആവേശം, നല്ല രുചിയും. ഈച്ച കടിച്ചു പറിച്ചു, എന്നാലും വിട്ടില്ല. കുറേ ഈച്ചകൾ മരിച്ചും പോയി. ബാക്കി നമുക്ക് നട്ടാം. തേനീച്ചമായി പോലപ്പം. എങ്ങനെയുണ്ട് സാധനം? നോക്കട്ടെ. തേനിൻ്റെ കുപ്പി തന്നെ നമ്മൾ തേൻ ശേഖരിച്ചു. ഏകദേശം ഈ ഒരു കുപ്പിക്ക് ഫുള്ളുണ്ടായിരുന്നു. നമ്മൾ കുറേ കിട്ടിയ ആവേശത്തിൽ ഞം വെച്ചു.